നിങ്ങളുടെ ലൈഫിലെ കിച്ചു ഒരു ബാധ്യതയായിരുന്നു എന്ന് എന്നോട് ചോദിച്ചു. നന്നായിട്ടാണ് സംസാരിച്ചത് എന്റെ അടുത്ത്. അന്ന് ഈ പ്രാന്തം ചാട്ടിന്റെ പിള്ളലൊന്നും ഇല്ലായിരുന്നു. ഈ പറയുന്ന സ്ത്രീക്ക് കുട്ടികളൊന്നും ഇല്ലല്ലോ ഇത്രയും കിടന്ന് സംസാരിക്കാൻ എന്ന് എന്നോട് ചോദിച്ചു. മെസ്സേജ് നല്ല വൾഗറായിരുന്നു. സുധിച്ചേട്ടൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, അപ്പൊ പുള്ളിക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു. മെസ്സേജ് റീഡ് ചെയ്ത് വന്നപ്പോഴാണ് ഇത് ഞാൻ ഉദ്ദേശിച്ച ഒരു രീതിയിലൊരു റിലേഷൻ അല്ല എന്ന് എനിക്ക് മനസ്സിലായത്. സോഷ്യൽ മീഡിയയില് ഇപ്പോൾ രേണുസുധിയുടെ വിഷയമാണ് കത്തി നിൽക്കുന്നത്. ആ സമയത്താണ് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഒരു വോയിസിന് പുറകിലുള്ള ഒരാൾ, സുധിയുടെ രണ്ടാമത്തെ ഭാര്യയെ. പലരും വോയിസിലൂടെ മാത്രമേ കേട്ടുള്ളൂ. കഴിഞ്ഞ ദിവസമാണ് എല്ലാവരും ഇൻസ്റ്റാഗ്രാം വഴി ഒരു ലൈവ് വന്നിരുന്നു. ആ ലൈവോട് കൂടിയാണ് ആളിനെ എല്ലാവരും ഫേസ് മനസ്സിലാക്കുന്നത്, ഇന്ന ആളാണെന്നുള്ളത്. എന്തായാലും നമുക്ക് ഇന്ന് ആ ആളിനെ കണ്ടുകിട്ടിയിട്ടുണ്ട്. കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മളിവിടെ എത്തിയിട്ടുമുണ്ട്. യഥാർത്ഥ പേരെന്താണ്? വീണ എസ് പിള്ള. പക്ഷെ വേറെ പേരില് അറിയപ്പെടുന്നു. അതെ, ശിഖ എന്നറിയപ്പെടുന്നുണ്ട്. ശിഖ. മരിച്ചുപോയ സുധിയുമായിട്ടുള്ള ബന്ധം? സുധി നിയമപരമായിട്ട് കല്യാണം കഴിച്ച സെക്കൻഡ് ഭാര്യയാണ്. സുധിയാണ് പരിചയപ്പെടുന്നത്? അല്ല, സുധി ഞാൻ പരിചയപ്പെടുന്നത് കോമഡി സ്റ്റാർസ് എന്ന് പറയുന്ന ഏഷ്യനെറ്റിലെ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ്. കോമഡി സ്റ്റാർസിൽ അല്ല, ഞാൻ ഏഷ്യനിലേക്ക് വരുന്നത് സജി പയാർ എന്ന് പറഞ്ഞിട്ട് സുധിയുടെ ഒരു സുഹൃത്ത് വഴിയാണ്. അപ്പൊ സജി ചേട്ടൻ ഞങ്ങൾക്ക് ചീരങ്കാവിൽ വെച്ചിട്ട് ഷോർട്ട് ഫിലിമിനാണ് ഞാൻ സജി ചേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ ആക്ട് ചെയ്യുന്ന കണ്ടിട്ട് സജി ചേട്ടനാണ് എന്നെ ഏഷ്യനിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ ഞാനും എന്റെ അമ്മയായിട്ടാണ് പോകുന്നതും വരുന്നതും ഒക്കെ. അപ്പോഴും അവിടെ ചെന്നപ്പോഴത്തേന് ഇങ്ങനെ സജിച്ചേട്ടൻ പറഞ്ഞു, ഇനി നമുക്കൊരു ആർട്ടിസ്റ്റും കൂടി ഉണ്ട്, സുധി എന്നാണ് പേര്. പുള്ളിക്കാരൻ ദുബായിൽ ഒരു ഷോയ്ക്ക് പോയിരിക്കുവാണ്. പുള്ളിക്കാരൻ നാളെ മറ്റന്നാളെ എത്തും. അപ്പൊ ഞങ്ങൾ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുവാണ് അവിടെ. അങ്ങനെ ഒരു ദിവസം വെളുപ്പിലെ ഈ സുധിച്ചേട്ടൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. പുള്ളി ഭയങ്കര എന്താ പറയാ, നല്ല അത്യാവശ്യം നല്ല സംസാരിക്കും, അത്യാവശ്യം കുറച്ച് ബോധമൊക്കെ ഉള്ളൊരു ഒരു മനുഷ്യനാണെന്ന് തോന്നി. പിന്നെ അതിനുപരി ഞങ്ങൾ രണ്ടുപേരും കൊല്ലത്തായതുകൊണ്ട് പുള്ളിക്ക് ആ ഒരു കെയറിംഗ് ഉണ്ടായിരുന്നു. അല്ല, ആ കെയറിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും നമ്മളെ ഒരാള് പരിചയപ്പെട്ടു, സുധിയെ പരിചയപ്പെട്ടു എന്ന് എനിക്ക് പറഞ്ഞു. സുധിയെ പരിചയപ്പെടുന്ന സമയത്ത് ഓൾറെഡി സുധിക്ക് ഒരു ഭാര്യ ഉണ്ട്. അങ്ങനെയല്ല, ഇതിനു മുമ്പുണ്ടായിരുന്ന ശാലിനി എന്ന് പറഞ്ഞിട്ടൊരു ലേഡിയാണ്. ആ ലേഡി സൂസൈഡ് ചെയ്തു. ഇപ്പൊ ഏകദേശം ഒരു 5 വർഷമായിട്ടുണ്ടാവും സൂസൈഡ് ചെയ്തിട്ട്. പുള്ളിക്കാരത്തി തൃശ്ശൂർ. ഇല്ല, ശാലിനി ഇല്ല. ശാലിനി വേറെ സെപ്പറേറ്റ് ലൈഫിലേക്ക് പോയി. ഇവർ രണ്ടുപേരും ഇത് സിംഗിൾ ഫാദറായിട്ട് നിൽക്കുന്ന ടൈമിലാണ് സുധിച്ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത്. ഇല്ല. അത് എനിക്ക് ഇപ്പൊ ഉറപ്പിക്കാൻ പറ്റത്തില്ല, കാരണം രേണുവിന്റെ കൂടെ ജീവിച്ച ഒരാളാണ്. അപ്പൊ രേണുവിനെ നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ല. ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലെങ്കിലും പ്രസക്തി ഉള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡൈവോഴ്സ് ആയി. അതെ, തീർച്ചയായും ഡൈവോഴ്സ് ആയി. അതിനുശേഷം കുറച്ച് ഡെപ്തിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഒരു വെള്ള പേപ്പറിൽ എഴുതി കഴിഞ്ഞാൽ, കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അത് ലീഗലി എന്താ, ഒരാള് രണ്ടുപേർ തമ്മിൽ താമസിക്കുന്നു, അവർ തമ്മിൽ ലിവിംഗ് ടുഗദർ ആയിരിക്കാം. ലിവിംഗ് ടുഗദർ ആണെങ്കിൽ തന്നെ അവർ വെള്ള പേപ്പറിൽ ഞങ്ങളൊന്നും ഇനി യാതൊരു ബന്ധമില്ല, അതെങ്ങനെ മാറ്റിക്കൊള്ളാം എന്നൊരു ചോദ്യം ചോദിച്ചു. തീർച്ചയായിട്ടും ആ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ പഠിച്ച പഠനങ്ങളിലൊന്നും അങ്ങോട്ട് സംഭവം കണ്ടുപിടിച്ചിട്ടില്ല. സോ പുള്ളിക്കാരത്തെ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്ന് പറയുമായിരുന്നു, സുധിയുടെ കൂടെ ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ജീവിച്ച് കഴിഞ്ഞ് രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുമ്പോൾ ഒരു പേപ്പറിനകത്ത് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പഠിച്ച പഠനങ്ങളൊന്നും അങ്ങനെ ഒരു ലിവിംഗ് ടുഗദർ സെറ്റപ്പ് ഈ പുള്ളിക്കാരത്തിക്ക് അറിയില്ലായിരിക്കും. അതിന്റെ അതായത് മറുവശം അതിൽ അല്ലെങ്കിൽ ആ ഒരു ആൻസർ അല്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ ആൻസർ അറിയില്ലായിരിക്കും, എന്താണ് ലിവിംഗ് ടുഗദർ എന്നറിയില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരത്തി അങ്ങനെ പറഞ്ഞത്. രേഷ്മ എന്നെ പരിചയപ്പെട്ടിട്ടില്ല. രേഷ്മയുടെ കുറെ മെസ്സേജുകൾ ഞാൻ സുധിച്ചേട്ടന്റെ ഫോണിൽ കാണാനിടയുണ്ടായി. അപ്പോ പുള്ളിക്കാരൻ സ്വാഭാവികമായിട്ടും പറഞ്ഞു മയക്കാൻ നല്ല മിടുക്കനാണ്. ആ മക്കളെ എനിക്ക് ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ്. പിന്നെ ഞാനും നമ്മളെല്ലാത്തിനും അങ്ങനെ വഴക്കുണ്ടാക്കുന്നത് ശരിയല്ലല്ലോ. പുള്ളിക്കാരൻ ഓൾമോസ്റ്റ് മീഡിയയിൽ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ഒരിക്കൽ പോലും എന്നെ പുള്ളിക്കാരൻ സംശയിച്ചിട്ടില്ല. നമുക്ക് ആരോടെ വേണമെങ്കിലും സംസാരിക്കാം, പോകാം, വരാം, അങ്ങനൊരു ക്യാരക്ടറാണ്. അപ്പൊ ഞാനും പുള്ളിക്ക് ആ ഒരു മൈൻഡ് കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഇന്ന് കണ്ടില്ല എന്ന് നടിച്ചു. കോട്ടയം കലാഭാവന എന്ന് പറയുന്ന ഒരു സമിതി നമ്മൾ ലീസിന് അപ്പോ എടുക്കുന്ന ടൈമിൽ അവിടെ നമുക്ക് റിഹേഴ്സൽ വെച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ ഡാൻസിന്റെ റിഹേഴ്സലിന് ചെല്ലുമ്പോ തൊട്ടടുത്ത വീട്ടിലെ ഒരു അപ്പൂപ്പൻ മരിച്ചു. അപ്പൊ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുമായിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ പുള്ളി അടിച്ച് ഫിറ്റായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ ഈ സമയത്ത് ഈ മൊബൈലിൽ ഭയങ്കര മെസ്സേജ്
ആ ടൈമിലാണ് പുള്ളി കോമഡി ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ വിന്നറായിട്ട് ആ ടൈമിൽ ഒരു 2 ആഴ്ച എങ്ങാണ്ടേ ആയിട്ടുള്ളൂ. ആ ഇറങ്ങിയ ഒരു സാംസങ്ങിന്റെ ഫോണായിരുന്നു. ഞാൻ ഇപ്പോഴും നന്നായിട്ട് ഓർക്കുന്നുണ്ട്. ആ ഫോണ് കുറച്ച് വില കൂടിയ ഫോണായിരുന്നു. ആ പൈസ കിട്ടിയിട്ട് പുള്ളി വാങ്ങിയതായിരുന്നു. അപ്പൊ ഈ ഫോൺ ഞാൻ എടുത്ത് മെസ്സേജ് നോക്കുമ്പോ കുറെ മെസ്സേജുകൾ കിടപ്പുണ്ട് അതിനകത്ത്. സുധിച്ചേട്ടാ എവിടെയാണ്, എന്തെടുക്കുവാണ്, എന്നെ സംബന്ധിച്ച് ഞാൻ ആരെയും ഫോൺ അങ്ങനെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ആരുടെയും ഫോൺ എടുക്കുന്ന ഒരാളല്ല, ഞാനിങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല. എന്റെ ഹസ്ബൻഡിന്റെ ആണെങ്കിൽ പോലും ഞാൻ എടുക്കുന്ന ഒരാളല്ല. കാരണം നമുക്കതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് എടുക്കത്തില്ല. ഞാനിങ്ങനെ ആദ്യം ഈ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. പിന്നെ എന്തെടുക്കുന്നു, ഞാൻ ഇത്രയും മെസ്സേജ് അയച്ചിട്ട് എന്താണ് റിപ്ലൈ ഇല്ലാത്തത് എന്ന് പറയും. നമ്മൾ ഈ മെസ്സേജ് നമുക്കൊരു ഇത് തോന്നുന്നു, ഇതിന്റെ ഇങ്ങനെ ഒരു മെസ്സേജ് കിടക്കുന്നത്, കണ്ടിന്യൂസ് മെസ്സേജ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മെസ്സേജ് റീഡ് ചെയ്ത് വന്നപ്പോഴാണ് ഇത് ഞാൻ ഉദ്ദേശിച്ച ഒരു രീതിയിലൊരു റിലേഷൻ അല്ല എന്ന് എനിക്ക് മനസ്സിലായത്. മെസ്സേജ് നല്ല വൾഗറായിരുന്നു. സുധിച്ചേട്ടൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി എന്ത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്? അപ്പൊ പുള്ളിക്കാരത്തി അത് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ പുള്ളിക്കാരൻ ചോദിക്കുന്നു എന്താ കഴിച്ചെന്ന് പറയുമ്പോൾ ഒരു ബർഗറിന്റെ, ഞാൻ എന്റെ ലൈഫിൽ വന്നൊരു കാര്യം ഒരിക്കലും മറക്കത്തിലാവുന്നു. മനസ്സിലായോ? ഒരു ബർഗറിന്റെ ഫോട്ടോ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ കുറെ വൾഗാരിറ്റി ഉള്ള മെസ്സേജുകൾ. പിന്നെ അതൊരു സെക്സ് ടോക്കിലോട്ട് പോയപ്പോഴാണ് എനിക്ക് സുധി ഇങ്ങനെ കിടക്കുമായിരുന്നു. തട്ടി വിളിച്ചു ഞാൻ പുള്ളിനെ, സുധിച്ചേട്ടാ എന്ന് പറയുന്നത് വിളിക്കുന്നത്. പിന്നെ പുള്ളി കണ്ണു തുറന്നു നോക്കി, എന്റെ ക്യാമ്പ് ഇല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതെന്താ ഇത്, ഫോൺ ഇങ്ങനെ കാണിച്ചു, ഇതെന്താണെന്ന്. അപ്പൊ അതിന് മുന്നേ ഞാൻ വേറെ കാര്യം ചെയ്യുന്നുണ്ടല്ലോ, ഈ മെസ്സേജുകൾ മൊത്തം സ്ക്രീൻഷോട്ട് എടുത്ത് എന്റെ വാട്സപ്പിലേക്ക് ഞാൻ അയച്ചു. എന്റെ വാട്സപ്പിൽ ഞാൻ സൂക്ഷിച്ചു. ഇപ്പൊ ഇല്ല. ആ ഫോണൊക്കെ പോയിട്ട് കാലം കുറവായില്ലേ. അപ്പോഴ് അത് കഴിഞ്ഞിട്ട് ഞാന് ഈ ഫോൺ, കാരണം എന്റെ ക്യാരക്ടറുകൾ പുള്ളി എന്തെങ്കിലും ചോദിക്കുന്നത് പെട്ട ദേഷ്യം വരും, ഞാൻ ഈ ഫോൺ അറിഞ്ഞ് പൊട്ടിക്കും. എനിക്കൊരു തെളിവില്ല, ആർക്ക് കാണിക്കാനും തെളിവില്ല എന്നുള്ളത് കൊണ്ട് ആദ്യം തന്നെ സ്ക്രീൻഷോട്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ട് ദേവു എന്നും പറഞ്ഞിട്ടാണ് അതിനകത്ത് പേരടിച്ചിട്ടിരുന്നത്. ദേവു അങ്ങനെയാണ് അടിച്ചിട്ടിരുന്നത്. വോയിസ് ആണ് കിടന്നത്. വോയിസ് ആണ്. സുധിച്ചേട്ടൻ എന്നെ കാണാൻ വരുമ്പോഴാണ് ഞാൻ ഹാപ്പി ആകുന്നത്. സുധിച്ചേട്ടൻ എന്റെ കൂടെ മുന്നിട്ട് പോകുമ്പോൾ ഞാൻ ഹാപ്പി അല്ല. അപ്പൊ സുധിച്ചേട്ടൻ കൊടുത്ത മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെക്കാളും കൂടുതൽ ഫീൽഡിൽ അവൾക്ക് ബന്ധമുണ്ട്. എന്റെ അനിയന്മാരാണെങ്കിലും എന്റെ ചേട്ടന്മാരാണെങ്കിലും അവരുമായിട്ട് നല്ല കണക്റ്റഡ് ആണ്. അപ്പൊ എനിക്കൊരു കള്ളം, ഒരാളുടെ പേരിൽ കള്ളം പറഞ്ഞിട്ട് എപ്പോഴും വരാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാൻ ആരുടെ കൂടെ പ്രോഗ്രാമിന് പോകുന്നു, ആരുടെ കൂടെ പ്രോഗ്രാം ചെയ്യുന്നു എന്ന് അവൾക്ക് അറിയാൻ പറ്റും. എല്ലാവരുമായിട്ടും കോണ്ടാക്ട് ഉണ്ട് അവൾക്ക് എന്ന് പറഞ്ഞപ്പോഴാണ്. അതിന് നമുക്കറിയാലോ, കാണാനൊരു ആള് പോകുമ്പോൾ നമുക്കറിയാലോ. തീർച്ചയായിട്ടും കാണാറുണ്ടായിരുന്നു. പിന്നെ പോലീസിലൂടെയാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അതിനുശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ റീസൺ ഞാൻ സുധിയായിട്ട് ഡിവോഴ്സ്ഡ് ആയിട്ട് ഞാൻ ചെന്നൈയിലൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ വർഷാവർഷം ഉത്സവ പ്രോഗ്രാംസിന് ഞാൻ നാട്ടിലേക്ക് വരും. നാടകങ്ങളും നൃത്തനാടകവും ഡാൻസ് പ്രോഗ്രാമും ഒക്കെ ആയിട്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കും ഈ വർഷം കോഴിക്കോടുള്ള ഒരു സമിതിയിലാണ് ഈ രേണു സുഖി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ രേണു നാടകം ചെയ്തുകൊണ്ടിരുന്നത് കൊച്ചിൻ സംഘമിത്ര എന്നൊരു സമിതിയിലായിരുന്നു. അപ്പൊ അതിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ള കുറെ ആൾക്കാരോട്, അതായത് എന്നെ അറിയാവുന്ന കുറെ ആൾക്കാർ എന്നെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ചോദിക്കുമ്പോൾ പുള്ളിക്കാരത്തേക്ക് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോവാം. അതൊക്കെ പഴയ കാലങ്ങൾ, എനിക്കിപ്പോ അതിനെ കുറിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ എന്നോട് ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യും എന്ന് പറയായിരുന്നു. പക്ഷെ അതിനുപരി പുള്ളിക്കാരത്തി എന്നെ കുറിച്ച് വളരെ മോശമായിട്ടും, ഞാൻ സുധീയുടെ കൂടെ ലിവിംഗ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു, എന്നെ ഒഴിവാക്കി വിടാനായിട്ട് ഭയങ്കരമായിട്ടും കഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോ ആദ്യം ഞാനത് ചെവിക്കൊണ്ടില്ല. എന്റെ ബന്ധുക്കളാരും ഫീൽഡിലില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരോട് തന്നെയാണ്. തീർച്ചയായിട്ടും. അല്ല, ഞാൻ ഡിവോഴ്സ് ആകുന്ന സമയം വരെ പുള്ളിയുടെ സെക്കൻഡ് വൈഫ് ഞാൻ തന്നെയായിരുന്നു. അതെ.
അത് നമുക്ക് കേൾക്കുന്നത് പരിധിയുള്ളതാണ്. തീർച്ചയായിട്ടും പരിധി കഴിഞ്ഞു പോയത്. ഈ ലൈവില് ഒരു കാര്യം പറഞ്ഞു. അതെ, പറയൂ. തീർച്ചയായിട്ടും ഇവിടെ കാവനാട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പുള്ളിക്കാർക്ക് എന്റെ പേരെടുത്ത് ഇടുന്നില്ല. പിന്നെ തുടക്കത്തിൽ എന്റെ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാർക്ക് ഈ പേരെടുത്തിരുന്ന പണിയാവുന്ന ആരോ വിദ്യയുള്ളവർ ഉപദേശിച്ചിട്ടുണ്ട്. സാധാരണഗതിയില് 2 പേര് ചേരുമ്പോഴാണ് ഒരു കുട്ടികൾ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ലൈഫ് അത്രയും സുഖകരമല്ലാത്തത് കൊണ്ട് ഞാൻ ശരിയായിട്ടുള്ള ഒരു ഫാമിലി ലൈഫിൽ അങ്ങനെ കുട്ടികളെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. കാരണം തുടക്കം തന്നെ കുറെ ഇങ്ങനെ കല്ലുകടിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ആ ഒരു സംഭവം കുറച്ച് പെൻഡിങ്ങിൽ ഇട്ടു. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ആ കുഞ്ഞിന് വേണ്ടുന്ന കാര്യങ്ങൾ അച്ഛന് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അങ്ങനെ ആയിരിക്കണം എന്നൊരു ഞാൻ ഉറച്ചൊരു തീരുമാനം എടുക്കുന്ന ഒരാളാണ്. അപ്പൊ പുള്ളിക്കാർക്ക് എന്നോട് പറഞ്ഞതെന്ന് വെച്ച്, എന്നോടല്ല ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ്, ഈ പറയുന്ന സ്ത്രീക്ക് കുട്ടികളൊന്നും ഇല്ലല്ലോ ഇത്രയും കിടന്ന് സംസാരിക്കാൻ എന്ന് എന്നോട് ചോദിച്ചു. കുട്ടികൾ ഉണ്ടാകാത്ത എത്രയോ ദമ്പതികൾ നല്ല ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട്. ഈ സുധി പല അഭിമുഖങ്ങളിലായിക്കോട്ടെ, പല ഇന്റർവ്യൂസിലായിക്കോട്ടെ, ഒരിടത്തും നമ്മളെ പരാമർശിച്ചിട്ടില്ല. ഇല്ല, ഞങ്ങള് കൊല്ലംകോട്ടയിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഞാൻ സുധിചേട്ടനോട് ആവശ്യപ്പെട്ട ഒരേ കാര്യം, എനിക്ക് എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഇയാൾ, പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് ഇയാളൊരു സഹായം ചെയ്യണം. എന്റെ പേരോ എന്നെയോ ഇനി ഉള്ള ആരെയും മുമ്പിൽ വലിച്ചെടുക്കരുത്. പുള്ളി മരിക്കുന്ന കാലം വരെയും ആ ഒരു വാക്ക് നിലനിന്ന് തന്നെ പോയിട്ടുണ്ട്. ഞാൻ പുള്ളി അതിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂണ്ട് ഒരു അവതാരകൻ ചോദിക്കുന്നുണ്ട്, ഈ പ്രതിയെ അറിയാമോ എന്ന് ചോദിക്കുന്നു. എനിക്കറിയില്ല എന്ന് ആദ്യം പറയുന്നു അല്ലെ. പിന്നീട് രണ്ടാമത് എടുത്ത് ചോദിക്കുമ്പോൾ ചേട്ടൻ പറഞ്ഞ് എനിക്കറിയാം എന്നുള്ള രീതിയിൽ ഒരു ഒഴുക്കൽ മട്ടിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾ നേരത്തെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നിങ്ങളുടെ ഫോൺ വഴി കോൺടാക്ട് മെസ്സേജ് ഒക്കെ അയക്കാവുന്ന എത്ര വർഷം മുന്നെയാണ് അത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്? ഇല്ല, 3 വർഷം മുന്നേ, സുധിച്ചേട്ടൻ മരിക്കുന്നത് 1 വർഷം മുന്നെയാണ്. സുധിച്ചേട്ടൻ അപേക്ഷയുടെ തെറ്റിദ്ധാരണയായിരുന്നു കേട്ടോ. സുധിച്ചേട്ടൻ വേറുള്ള ഒരാളോട്, നമ്മുടെ കോമൺ ഒരു ഫ്രണ്ടാണ്, വേറൊരാളോട് എന്നെ കുറിച്ച് ഒരു മോശം അവസ്ഥ സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ ആള് എന്നെ വിളിച്ചു പറഞ്ഞു, സുധിച്ചേട്ടൻ ഇങ്ങനെ നിന്നെ കുറിച്ച് കുറച്ച് മോശം പറഞ്ഞു, നീ എന്നെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞപ്പം എന്നോട് സുധിച്ചേട്ടൻ പറഞ്ഞു, എന്താ പറയാവോ, നീ അവളെ വിളിക്കാനൊന്നും പോകരുത്, എന്തിനാണ്, അതിന്റെ ആവശ്യമൊന്നുമില്ല, വേറെ വിഷയത്തിലോട്ടൊക്കെ പോകും എന്ന് സുധിച്ചേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ തോന്നി. അപ്പൊ ഞാൻ ഫസ്റ്റ് സുധിച്ചേട്ടന്റെ നമ്പർ ഇപ്പോഴും എന്റെ ഫോണിൽ സേവ് ആണ്. അപ്പൊ ഞാൻ ഫോൺ എടുത്ത് പിന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട, എന്തിനാണ്, നമ്മള് കഴിഞ്ഞിട്ട് പോകുന്ന ഒരാളല്ലേ, അപ്പൊ വേണ്ട. എന്നിട്ട് ഞാൻ രേണുവിന്റെ ഫേസ്ബുക്ക് ഐഡിയ പേര് അടിച്ചു കൊടുത്തു. ആ ഫേസ്ബുക്ക് ഐഡിയിൽ കയറി ആദ്യം ഹായ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടു. അത് കഴിഞ്ഞ് തിരിച്ചെനിക്ക് റിപ്ലൈ വന്നു, ഹായ് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കോൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, രേണു സുധിച്ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, രേണു ഇതൊക്കെ സുധിച്ചേട്ടന്റെ അടുത്ത് നീ ഒന്ന് പറഞ്ഞേക്കണം. നല്ല മര്യാദയായിട്ടാണ് എന്നോട് സംസാരിച്ചത്. ഞാനിപ്പോ എന്റെ അമ്മയോടൊക്കെ പറഞ്ഞു, എന്റെ ഹസ്ബൻഡിനോടും പറഞ്ഞു, നല്ല കുട്ടിയാണെന്ന് തോന്നുന്നു, നല്ല മര്യാദയായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്, ഞാനിങ്ങനെ എന്റെ കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. നന്നായിട്ടാണ് സംസാരിച്ചത് എന്റെ അടുത്ത്. അന്ന് ഈ പ്രാന്തം ചാട്ടിന്റെ പിള്ളേരൊന്നും ഇല്ലായിരുന്നു. അപ്പൊ പറയാടാ എന്നൊക്കെ പറഞ്ഞു. എടാ എനിക്കൊരു അപ്പൊ ഞാൻ കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ, എടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ് വേണു എന്ന് ചോദിച്ചോ പറഞ്ഞു, കിച്ചു വീണനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എവിടെ വെച്ച് കണ്ടു? അത് ആലപ്പുഴ വെച്ച്. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് ചോദിച്ച എന്നിട്ട് കണ്ടിട്ടെന്താ അവൻ എന്നോട് മിണ്ടാഞ്ഞ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങൾ ഫാമിലി ആയിട്ട് നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാളുടെ കല്യാണം ആയിരുന്നു, അവിടെ കാറ്ററിംഗ് സർവീസിന് വന്നതാണ്, അപ്പൊ നിന്നോട് വന്ന് മിണ്ടാഞ്ഞതാണ് എന്ന് പറഞ്ഞു. എടാ എനിക്കൊരു സംശയം ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞു, നിങ്ങളുടെ ലൈഫിലെ കിച്ചു ഒരു ബാധ്യതയായിരുന്നു എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല, കാരണം കിച്ചു അങ്ങനെ ബാധ്യതയായിരുന്നു. ഞാനും ചോദിച്ചായിരുന്നു നല്ല തിരക്കായിരുന്നു, ഞങ്ങള് പ്രോഗ്രാം, ഞങ്ങള് റിയാലിറ്റി ഷോസ്, വീട്, പ്രോഗ്രാം, അതുമല്ല കിച്ചു അവന്റെ അച്ഛന്റെ വീട്ടിലാണ് നിന്നത്. എനിക്ക് അങ്ങനെ ചോദിക്കാനുള്ള കാര്യം അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഞങ്ങൾ ചോദിക്കാനുള്ള കാര്യം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അവർക്കൊരു ബാധ്യതയാണ് എന്ന് പറഞ്ഞു. അവർക്കൊരു ബാധ്യതയാണ് സുധിച്ചേട്ടൻ. അത് പക്ഷെ അവള് പറഞ്ഞ് കുറച്ച് ഓക്കെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം സുധിച്ചേട്ടൻ എന്റെ കൂടെ ഉള്ളപ്പോഴും കുറച്ചധികം ഇമ്പോർട്ടന്റ് കൊടുത്തിരുന്നത് കിച്ചുന് തന്നെയായിരുന്നു. അത് പറഞ്ഞ സത്യം തന്നെ. ആദ്യമൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അമ്മ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി.
പിന്നെ കുറെ ചേച്ചിമാരൊക്കെയാണ്, എനിക്കിങ്ങനെ കൊച്ചു പിള്ളേരൊന്നും കമ്പനിക്കാരില്ല. അപ്പൊ ഞാൻ എന്റെ വിഷമങ്ങൾ നമ്മുടെ ചേച്ചിമാരെ ഒക്കെ പോലെയുള്ളവരോട് സംസാരിക്കുമ്പോ അപ്പൊ അവരെന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, അമ്മയില്ലാതെ കിച്ചു കൊണ്ട് നടന്ന് വളർന്നതല്ലേ, അപ്പൊ അത് കുറെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മാറിക്കോളും, പെട്ടെന്ന് ആ കൊച്ചിനെ അങ്ങനെ മാറ്റാൻ പറ്റില്ലല്ലോ, ഒരു കൊച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനും ഓട്ടോമാറ്റിക്കലി അങ്ങനെ ശരി എന്തെങ്കിലും ആവട്ടെ. ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ ചോദിക്കാൻ കാരണമെന്ന് ചോദിച്ചു. അല്ല 24 hours സുധിച്ചേട്ടനുണ്ടെങ്കിൽ കിച്ചുവിന്റെ പുറകെയാണ് നടക്കുന്നത്, കിച്ചുവിന് വേണ്ടിയിട്ട് കിച്ചുവിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. പക്ഷെ വേറൊരു കാര്യം, സുധിച്ചേട്ടൻ കിച്ചു ഉള്ളപ്പോഴും കിച്ചുവിന് മാത്രമല്ല എനിക്ക് ഇമ്പോർട്ടന്റ് തന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല. കിച്ചുവിന് എന്ത് വാങ്ങിക്കൊടുത്താലും എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട്, അല്ലാതെ കിച്ചുവിന് മാത്രമായിട്ട് ഒന്നും വാങ്ങിക്കൊടുത്തിട്ടൊന്നുമില്ല. ഇപ്പം അവരുടെ വീട്ടിൽ എന്ത് ചെയ്യുന്നു അതെന്റെ വീട്ടിലും ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടർ ഉള്ള ഒരാൾ തന്നെയായിരുന്നു. രേണുവിനോട് ചോദിച്ചു എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്നുമില്ല, ഞങ്ങളുടെ ലൈഫ് കിച്ചുകാരുടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്, ഞാൻ പറഞ്ഞു സുധിച്ചേട്ടൻ അങ്ങനെയാണ്, നിങ്ങളൊരു കാര്യമൊന്നും ആക്കണ്ട, അത് പുള്ളിക്കാരന് അവനോട് ഭയങ്കര കമ്മിറ്റ്മെന്റ് ആണ്, അപ്പൊ നീ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നീ മുന്നോട്ട് കൊണ്ടുപോവുക, കിച്ചു അവന്റെ വഴിക്ക് പൊക്കോട്ടെ, അവൻ പഠിത്തം കാര്യങ്ങളായിട്ട് അവൻ പൊക്കോട്ടെ, നീ സുധിച്ചേട്ടന്റെ കാര്യങ്ങളായിട്ട് അങ്ങനെ പോകാൻ പറഞ്ഞു. പിന്നെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്, ഞാനും രേണുവായിട്ട് തമ്മിൽ ഡിഫറൻസ് ഉള്ള ഒരു കാര്യമുണ്ട്. ഞാൻ ഫുൾ ടൈം സുധിച്ചേട്ടന്റെ കൂടെയാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ എനിക്കതിന് വലിയ ഇഷ്യൂസ് ആയിട്ട് വന്നിട്ടില്ല. കിച്ചു ചേട്ടന്റെ കൂടെ പഠിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഗ്യാപ്പ് സമയങ്ങളിൽ മാത്രമേ കിച്ചുവിനെ കാണാറുള്ളൂ, മനസ്സിലായോ? അപ്പൊ എനിക്കൊരു അകൽച്ച ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ രേണുവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. രേണു വീട്ടില് സുധിച്ചേട്ടൻ പ്രൊഫഷണലി അയാളുടെ ജോലി നോക്കി പോവായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ അല്ലായിരുന്നു. സുധിയോടെ പോണ ആ സ്റ്റേജിൽ ഞാനുണ്ട്, സുധി വീട്ടിലുണ്ട്, ഞാൻ വീട്ടിലുണ്ട്. അതിനുശേഷം ഇല്ല, ഞാൻ അതിനുശേഷം പുള്ളിക്കാരത്തെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല, ഒന്നും സംസാരിച്ചില്ല. പിന്നെ ഞാൻ കിച്ചുവിനെ കണ്ടിട്ടില്ല, കിച്ചുവിന്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുമില്ല. പിന്നെ ഞാൻ കിച്ചുവിനെ കാണുന്നത് തന്നെ ഇവര് ചാനലിൽ വന്നിട്ട് ആദ്യത്തെ വൈഫ് കൊച്ചിനെ കളഞ്ഞിട്ട് പോയി, ഇത് എനിക്ക് രണ്ടാമത് ദൈവമായിട്ട് കൊണ്ടുവന്ന ഭാര്യ എന്ന് പറയുമ്പോൾ ഞാനിത് സത്യത്തിൽ കണ്ടില്ല. അപ്പൊ എന്റെ കുറച്ച് കൂട്ടുകാരി ഈ സാധനം കണ്ടോണ്ടിരുന്ന അപ്പം തന്നെ എനിക്ക് ഷെയർ ചെയ്തു തന്നു, ടിവിയിൽ തന്നെ വീഡിയോ എടുത്ത് എനിക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്തു തന്നു. അപ്പോഴാണ് ഞാൻ കിച്ചുവിനെ കാണുന്നത്, വീഡിയോയിൽ കാണുന്നത്. അതിനുശേഷം ഞാൻ കിച്ചുവിനെ കണ്ടിട്ടേ ഇല്ല, കിച്ചുവിന്റെ വാർച്ചയൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കിച്ചു സത്യത്തിൽ അന്ന് കല്യാണത്തിന് കിച്ചുവിനെ കണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. കിച്ചുവിനെ തൊട്ടടുത്തേക്കാണ് ഞാൻ പോയത്, പക്ഷെ ഞാൻ അവന് കാണുന്നില്ലല്ലോ, അവനെനിക്ക് അറിയില്ലായിരുന്നു, കിച്ചു ആണെന്നുള്ള അറിയില്ലായിരുന്നു. എനിക്ക് ഉറപ്പായിട്ട് ഞാൻ അങ്ങോട്ട് സംസാരിച്ചു തന്നെയായിരുന്നു, അവൻ സംസാരിച്ചില്ലെങ്കിലും ഞാൻ സംസാരിച്ചു, എനിക്ക് അറിയില്ലായിരുന്നു അവനെ. അത് ചെറുപ്പത്തിലെ പിന്നെ വർഷങ്ങൾക്ക് ശേഷം അവൻ അവന്റെ അച്ഛൻ്റെ അത്ര ആയപ്പോഴാണ് മീഡിയയിൽ വന്നിട്ട് ഈ കൈക്കുഞ്ഞൊക്കെ ആയിട്ട് വന്നിട്ട് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഒരിക്കലും ഇല്ല. എനിക്ക് നോക്കാനുള്ള അവസരം എനിക്ക് സുധിയുടെ അമ്മ തന്നിട്ടില്ല, അതാണ് സത്യം. സുധിയുടെ മോനെ കൈക്കുഞ്ഞായിട്ട് തന്നെ അമ്മയുടെ കയ്യിലും ചേട്ടനും ചേട്ടത്തിയാണ് ഏറ്റെടുത്തത്, മനസ്സിലായോ? അപ്പോ അതുമല്ല, ഞങ്ങളൊരു 6 months മാത്രമേ സുധിയുടെ വീട്ടിൽ താമസിച്ചുള്ളൂ, ഒരു വർഷക്കാലം താമസിച്ചുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്റെ അമ്മ ഒറ്റയ്ക്കായതുകൊണ്ട് ഞങ്ങൾ നേരെ എന്റെ വീട്ടിലേക്കാണ് വന്നത്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ ചിന്തിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, എനിക്ക് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. സോ കിച്ചു ഒരിക്കൽ പോലും എന്റെ മകനല്ല, മനസ്സിലായോ? ഞാൻ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുമ്പോൾ എന്റെ അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ എന്റെ അമ്മ ചിലപ്പം എന്റെ മകനെ നോക്കുന്ന കണക്ക് ചിലപ്പം അവനെ നോക്കിയെന്ന് വരത്തില്ല. അപ്പോ ഞാനൊരു സെക്കൻഡ് മദറായിട്ട് വന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്റെ മനസ്സിൽ. അങ്ങനെ ഉണ്ടായത് കൊണ്ട് കിച്ചുനെ പല പ്രാവശ്യം സുധിച്ചേട്ടൻ ഇവിടെ നമ്മുടെ വീട്ടിൽ കൊണ്ട് നിർത്താന്നൊക്കെ പറഞ്ഞ് അമ്മ മാത്രമേ ഉള്ളൂ, നമ്മൾ പ്രോഗ്രാമിന് പോകുന്നതാന്ന് പറയാം. അപ്പൊ ഞാനാണ് സുധിച്ചേട്ടനോട് പറഞ്ഞ് മനസ്സിലാക്കിയത്, വേണ്ട അവൻ അവിടെ നിൽക്കട്ടെ, അവന് ട്യൂഷനും കാര്യങ്ങളും ഒക്കെ ഉള്ള കുഞ്ഞല്ലേ. അപ്പൊ അത് മാത്രമല്ല, ഇവരെ കൊണ്ടുവന്നാല് ഇപ്പൊ ഞാനുണ്ടെങ്കിൽ മാത്രമേ അവൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പോലും പറ്റത്തുള്ളൂ. ഇതാകുമ്പോ അങ്ങനെയല്ല, ചേട്ടത്തിക്ക് വിദ്യാഭ്യാസമുണ്ട്, ചേട്ടന് 2 മക്കളുണ്ട്, പിന്നെ അമ്മയ്ക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, സുധിയുടെ അമ്മയ്ക്കൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അവനെ നോക്കാനായിട്ടുള്ള ആളുണ്ട് അവിടെ. കണ്ടിരുന്നു. അവർക്ക് ചേർത്തല ഒരു പ്രോഗ്രാംസ് ആയിട്ട് ബന്ധപ്പെട്ട്
അപ്പൊ എന്തോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു? സംസാരിച്ചിരുന്നു. പുള്ളിക്കാരൻ ചെന്ന് ചോദിച്ചു എന്നെ അറിയുമെന്ന് ചോദിച്ചു. അപ്പൊ അറിയാന്ന് പറഞ്ഞു. എങ്ങനെ അറിയാന്ന് പുള്ളിക്കാരൻ ചോദിച്ചു പറഞ്ഞു എന്റെ സെക്കൻഡ് വൈഫ് ആയിരുന്നു എന്ന് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാനാണിപ്പോ അവളെ കെട്ടിയിരിക്കുന്നത് എന്ന് പുള്ളിക്കാരനും പറഞ്ഞു. എന്നിട്ട് ഞാനിത് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല എന്ന് കരുതിയിട്ട് രണ്ടുപേരും കൂടെ ചേർന്നൊരു സെൽഫിയൊക്കെ എടുത്ത് എന്നെ കൊണ്ട് കാണിക്കുകയും ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ പെട്ടെന്ന് റെഡി ആവും, ഒരാളെ നിനക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ ശ്രുതി ആണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ആരെയെന്ന് ഞാൻ ചോദിച്ചു. നല്ല മഴയായിരുന്നു ആ സമയത്ത്, അവിടെ നല്ല മഴയായിരുന്നു. പെട്ടെന്ന് റെഡി ആവാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് മഴയും പിടിച്ചിട്ട് ഞാൻ ബൈക്കിലൊന്നും വരത്തില്ല, ഇല്ല ഞാൻ കാറുമായിട്ട് വരാം, നീ പെട്ടെന്ന് റെഡി ആവാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ റെഡിയായി. അവിടെ ചെന്നപ്പോഴത്തേന് അവിടെ ഒടുക്കലത്തെ മഴയും കാറ്റും. ഇവര് പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. സുധിച്ചേട്ടൻ അന്ന് രാജേഷ് പറവൂര്, രാജേഷ് പാനാവള്ളി, പിന്നെ അങ്ങനെ ആരൊക്കെയായിരുന്നു ആ പ്രോഗ്രാം. എന്റെ ഷോ ആയിരുന്നു, മെഗാ ഷോ എന്റെ ആയിരുന്നു. ലക്ഷ്മി ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് അവിടെ ചെന്നപ്പം സുധിച്ചേട്ടനാണെന്ന് എനിക്ക് അറിയില്ല, പുള്ളി സസ്പെൻസ് ഇട്ടായിരുന്നു എന്നെ കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നിട്ട് പൊട്ടിക്കാന്നുള്ള രീതിക്കായിരുന്നു. അപ്പൊ ചെന്നപ്പം പറഞ്ഞു ഇവരെല്ലാം പോയി, പ്രോഗ്രാം ക്യാൻസലായി, ഭയങ്കര മഴയും കാറ്റും ഒക്കെ ആയിട്ട് സ്റ്റേജിന് എന്തൊക്കെയോ പ്രോബ്ലം വന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് പുള്ളിക്കാരൻ എന്നോട് പറയുന്നത് എടി ഞാൻ ആരെ കാണാനാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ പറഞ്ഞു എടി ഇന്ന ആളാണ്, നിനക്ക് സസ്പെൻസ് ആയിട്ട് കാണിക്കാൻ. ഞാൻ സംസാരിച്ചു അപ്പോഴല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ കാണുന്നത് മെയ് 20-ാം തീയതിയാണ്. അത് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാനൊരു 15 മിനിറ്റോളം സുധിച്ചേട്ടനോട് സംസാരിച്ചു. എന്റെ പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞു എടി സുധി നിൽക്കുന്നു, നിന്റെ എക്സ് ഹസ്ബൻഡ് അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആണോ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ എന്നിട്ട് വണ്ടിയുടെ പുറകെ കൂടെ മാറി ഇങ്ങനെ പോയി. കാരണം എനിക്ക് സുധിച്ചേട്ടനെ കാണാനായിട്ട് ഇങ്ങനെ ഒരിക്കൽ പോലും ആഗ്രഹിച്ച ഒരാളല്ല. കൊല്ലം കോട്ടയിൽ നിന്ന് ഞങ്ങൾ ഡിവോഴ്സായി 2 പേർക്ക് പോയപ്പോൾ അന്ന് സുധി എന്റെ ലൈഫിൽ തന്നെ മരിച്ചു കഴിഞ്ഞ ഒരാളാണ്. അപ്പൊ പിന്നെ എനിക്ക് പുള്ളിയോട് സംസാരിക്കാനൊന്നും ഒരു താല്പര്യവും ഇല്ലാത്ത ഒരാളുമായിരുന്നു ഞാൻ. അപ്പൊ എന്നോട് പറഞ്ഞു, എന്റെ പ്രൊഡ്യൂസർ വന്നിട്ട് പറഞ്ഞു, പുള്ളി ഈ ഇന്റർവ്യൂ കേൾക്കുമ്പോൾ പുള്ളി കാണുമ്പോൾ ചിരിക്കുമായിരിക്കും. നമ്മളൊക്കെ ഇന്ന് കണ്ട് നാളെ ഇല്ലാത്തവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് നീ അങ്ങനെ ഒന്നും സംസാരിക്കരുത്, നമ്മള് കൈവെടുത്ത് ശരിക്കാൻ തീർത്ത് ഫ്രണ്ട്സ് ആവും എന്നിങ്ങനെ കളിയാക്കി എന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു ഹസ്ബൻഡായിട്ട് കണ്ടതാളെ എനിക്ക് എന്തായാലും ഫ്രണ്ടായിട്ട് കാണാൻ പറ്റത്തില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ തമാശ രീതിയിൽ പുള്ളിയോട് പറഞ്ഞു. അപ്പൊ സുധിച്ചേട്ടൻ നടന്ന് എന്റെ അടുത്തേക്ക് വന്നു. ഞാൻ ആ വണ്ടിയുടെ സൈഡിൽ ചാരി നിൽക്കുവാണ്, ഞങ്ങളുടെ പ്രോഗ്രാം വണ്ടിയുടെ. അപ്പോ എന്നോട് ചോദിച്ചു എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ അത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്നോട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് സന്തോഷമുണ്ട് നീ നല്ലൊരു ലൈഫിലേക്ക് പോയതിൽ എനിക്ക് സന്തോഷമുണ്ട്, പിന്നെ എനിക്ക് ആരോടെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ അത് നിന്നോട് മാത്രമാണ്, പറ്റിപ്പോയി എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്റെ ഒരു ക്യാരക്ടർ ഞാൻ പറയാം, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരുടെ മുമ്പ് ഭയങ്കര മസിലിടിച്ച് നിൽക്കുന്ന ഒരാളാണ്. താഴ്ന്നു തീർക്കാൻ ഒരിക്കലും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് മനസ്സിൽ വിഷമമുണ്ടെങ്കിലും ഞാനത് വെളിയിൽ കാണിക്കത്തില്ല. കാരണം അവരുടെ മുമ്പിൽ എപ്പോഴും തലയുയർത്തി നിൽക്കുന്ന ഒരാളാണ്. തോറ്റു തീർക്കാൻ ഞാൻ ഒരുക്കമല്ല. പുള്ളി എടുത്ത് ഞാൻ പറഞ്ഞു ഓക്കെ അതിനിപ്പോ എന്താ ഞാൻ എന്താ വേണ്ടെന്ന് എന്ന് പറഞ്ഞു. നീ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, സുധിച്ചേട്ടൻ ഡ്രാമ കളിക്കുവാണ് എന്ന് പറഞ്ഞു. സുധിച്ചേട്ടൻ ഇങ്ങനെയാണ് പറഞ്ഞു, നീ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, സുധിച്ചേട്ടൻ ഡ്രാമ കളിക്കുവാണ് എന്ന് പറഞ്ഞു. നാട്ടുകാരുടെ മുന്നിൽ ഡ്രാമ കളിക്കുവാണ്. അതെ തീർച്ചയായിട്ടും പറഞ്ഞു. നെക്സ്റ്റ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിന്റെ അച്ഛൻ സുധിയെ മാനസികമായിട്ട് കുറെ പീഡിപ്പിച്ചിട്ടുണ്ട്. മാനസികമായിട്ട് അതായത് രേണു മാരേജ് ചെയ്ത ഒരാളല്ല എന്നാണ് സുധിച്ചേട്ടനെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ സുധിച്ചേട്ടൻ വേറെ ആരോ വഴിയാണ് ഈ സംഭവം അറിഞ്ഞത്. പിന്നെ അത് ചോദ്യം ഇഷ്യൂസ് ആയി. പക്ഷെ അതിന് തൊട്ട് മുന്നേ വരെയും രേണുവിന്റെ കുടുംബക്കാർ പറഞ്ഞിരുന്നത് എന്റെ കൊച്ച് നീ 3-4 കെട്ടി നടക്കുന്ന നിന്നെയാണോടാ എന്റെ കൊച്ച് കല്യാണം കഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്
സുധിച്ചേട്ടനെ രേണുവിന്റെ അച്ഛൻ ഒരുപാട് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ കണ്ടപ്പം അവര് അച്ഛൻ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്താണല്ലോ കുഞ്ചൻ സുധിയെ കുറിച്ച് സംസാരിച്ചത്. അല്ല, ഒരിക്കലും അല്ല. സുധിച്ചേട്ടന് ഏറ്റവും കൂടുതൽ കടമായത് സുചേട്ടൻ പിന്നെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, അപ്പൊ ഞാൻ പിന്നെ സുചേട്ടനോട് ചോദിച്ചൊരു കാര്യം, സുചേട്ടൻ നിങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെ കടമായി, നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമ്പോൾ ഇത്രയും കടമൊന്നും ഇല്ലായിരുന്നല്ലോ, എന്താണ് നിങ്ങൾക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പോ ഞാൻ സത്യം സുധിച്ചേട്ടനെ അന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഹൃദയം പൊട്ടുന്നൊരു വേദന ഉണ്ടാവും. എന്തെന്നറിയോ, എന്റെ കൂടെ നന്നായിട്ട് നിന്ന ഒരാളാണ്, മീൻസ് മദ്യപിക്കുകയൊന്നും ഉള്ളായിരുന്നു, കവളൊക്കെ ഒട്ടി ഒരു 60 വയസ്സൊക്കെ ഉള്ള ഒരാളെ പോലെയാണ് ഞാൻ സുധിച്ചേട്ടനെ അന്ന് കാണുന്നത്. മീശയൊക്കെ അടിച്ച് അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ ചോദിച്ചു നിങ്ങൾക്ക് എന്താ പറ്റിയേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഒരുപാട് കടങ്ങളുണ്ടെന്ന് പറഞ്ഞു, ഒരുപാട് കടങ്ങളുണ്ട്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു എന്തോ വീടിനെങ്ങാണ്ട് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കൊറോണ സമയത്തെങ്ങാനാണ് കൊടുത്തത്, അപ്പൊ ആ പൈസ തിരിച്ചു കിട്ടിയില്ല, അതൊക്കെ എന്നോട് പറഞ്ഞു പുള്ളി. അപ്പൊ അതിന്റെ കുറെ ഡിപ്രഷൻ ഉണ്ട് മക്കളെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്നോട് പറയുന്നത് ഇവര് എപ്പോഴും ഫുഡ് വെളിയുമാണ്, എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കണം, പിന്നെ ഒരു ഷൂട്ട് വന്നാൽ എല്ലാവരും വണ്ടി വിളിച്ച് കൊണ്ടുപോകണം, പിന്നെ ഒരു പ്രോഗ്രാം വന്നാൽ എല്ലാവരും വണ്ടി വിളിച്ച് കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ എന്നോട് സംസാരിച്ചു പുള്ളി. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിശ്വസിക്കരുത്. എന്നുവെച്ചാൽ ഉണ്ടല്ലോ, കാരണം ഞാൻ പറഞ്ഞല്ലോ 3 വർഷം മുന്നേ അവളുടെ ഫേസ്ബുക്കിൽ ഞാൻ അങ്ങോട്ട് കയറി മെസ്സേജ് വെച്ചിട്ട് അവള് പറഞ്ഞു എനിക്ക് അവളെ അറിയേയില്ലെന്ന് പറഞ്ഞു. ഒന്നത് ചേട്ടന്റെ ഫോണിൽ ഞാനൊരു മെസ്സേജ് അയക്കുവാണ്, ഈ അയക്കുന്ന സമയത്ത് ചേട്ടൻ മെസ്സേജ് മാത്രമാണ് നോക്കുന്നത്, ആ പ്രൊഫൈൽ കയറി നോക്കും. പക്ഷെ ഇവള് അറിഞ്ഞിരുന്നാണല്ലോ പറയുന്നത്. ഇല്ല, എന്റെ കയ്യിലില്ല, കാരണം ആ ഒരു FB ഒക്കെ പോയി എന്റെ കയ്യിൽ നിന്ന് പോയിട്ട്. തീർച്ചയായിട്ടും വിട്ടുകൊടുക്കില്ല, സമ്മതിച്ച് പറ്റൂ.